റഷ്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടപ്പിലാക്കിയ ഓറുഡ 2026 നാവികസേന അഭ്യാസം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജപ്പാൻ കടലിൽ അരങ്ങേറിയ ഈ സൈനികാഭ്യാസത്തിൽ കടൽക്കൊള്ള പ്രതിരോധം, തത്സമയ പീരങ്കി ആക്രമണം, ഡ്രോൺ പ്രതിരോധ പരിശീലനം, ഹെലികോപ്റ്റർ വിന്യാസം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഉൾപ്പെടെ വളരെ സങ്കീർണമായ നിരവധി സൈനിക നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ ജപ്പാന്റെ തൊട്ടടുത്ത് വെച്ച് ഇത്തരമൊരു വൻകിട സൈനികാഭ്യാസം നടന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പസഫിക് മേഖലയിലെ US ശക്തിപ്പെടുന്നതിനെ പ്രതിരോധിക്കാൻ റഷ്യ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അഭ്യാസത്തെ വിദഗ്ധർ കാണുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമായി തുടരുമ്പോഴും തങ്ങൾക്ക് ഏഷ്യ പസഫിക് മേഖലയിൽ വിശ്വസ്തരായ പങ്കാളികളുണ്ടെന്ന് തെളിയിക്കാൻ മോസ്കോയ്ക്ക് ഇതിലൂടെ സാധിച്ചു. മുൻപ് യൂറോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന റഷ്യൻ നാവികസേന ഇപ്പോൾ പൗരസ്ത്യ മേഖലകളിലേക്ക് തങ്ങളുടെ പ്രതിരോധ ശേഷിയും നയതന്ത്ര ബന്ധങ്ങളും വ്യാപിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അവരുടെ പരമ്പരാഗതമായ ചേരിചേരാ നയത്തിന്റെ ഭാഗമാണ്. വൻ ശക്തികളുടെ ചേരിപ്പോരിൽ പങ്കാളിയാകാതെ തന്നെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ നിലനിർത്താനും ജക്കാർത്ത ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയോടും ചൈനയോടും നല്ല ബന്ധം പുലർത്തുന്നതിനോടൊപ്പം തന്നെ റഷ്യയുമായി സൈനിക പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് മേഖലയിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നതിന് ഇന്തോനേഷ്യയെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയുടെ പസഫിക് നയങ്ങൾക്കേറ്റ വലിയൊരു വെല്ലുവിളിയാണ് ഈ റഷ്യ ഇന്തോനേഷ്യ സഹകരണം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ റഷ്യയിൽ നിന്ന് അകറ്റി നിർത്താൻ വാഷിംഗ്ടൺ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായി സാധിച്ചിട്ടില്ലെന്ന് ഓറുഡ 2026 തെളിയിക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ ഇന്തോനേഷ്യ റഷ്യയുമായി കൈകോർക്കുന്നത് മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനിടയാക്കും. ജപ്പാന്റെ തൊട്ടടുത്തുള്ള സമുദ്രഭാഗത്ത് ഇത്തരം അഭ്യാസങ്ങൾ നടന്നത് ടോക്കിയോയെ വലിയ ആശങ്കയിലായിട്ടുണ്ട്. റഷ്യയുമായി സമുദ്രാതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ജപ്പാന് സ്വന്തം അതിർത്തിയിൽ റഷ്യൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനു പുറമെ ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനാന്തരീക്ഷത്തിന് ഇത് തിരിച്ചടിയാക്കുമെന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രാലയവും വിലയിരുത്തുന്നു. ജപ്പാൻ കടലിലെ ഈ സൈനികാഭ്യാസം ചൈനയ്ക്കും നിർണായകമാണ്. റഷ്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര സഹകരണം ചൈന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. തെക്കൻ ചൈന കടലിൽ ചൈനയുടെ അവകാശവാദങ്ങളുമായി ഇന്തോനേഷ്യ ചില തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും റഷ്യയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും ആധുനിക യുദ്ധതന്ത്രങ്ങൾ പരിശീലിക്കുന്നതിലും ഇരു രാജ്യങ്ങൾക്കും ഈ പരിശീലനം വലിയ നേട്ടമായി. ഡ്രോൺ വിരുദ്ധാഭ്യാസങ്ങളും ഹെലികോപ്റ്റർ വിന്യാസങ്ങളും ആധുനിക സമുദ്രയുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ്. സ്വന്തം നാവികസേനയെ ആധുനികവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്തോനേഷ്യക്ക് റഷ്യൻ സൈനിക സാങ്കേതിക വിദ്യയുമായുള്ള അടുപ്പം വലിയ സഹായകമാകും. റഷ്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഒറ്റപ്പെടൽ നടപ്പിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് ഇന്തോനേഷ്യ പോലൊരു രാജ്യം മോസ്കോയുമായി പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത്. ഇത് വാഷിംഗ്ടണിന്റെ ഉപരോധ നയങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നയതന്ത്രപരമായി റഷ്യ ഇനിയും ഒറ്റപ്പെട്ടിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ഇന്തോ പസഫിക് മേഖലയിലെ പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഉദയമാണ് ഈ അഭ്യാസത്തിലൂടെ വ്യക്തമാക്കുന്നത്. പരമ്പരാഗതമായി പാശ്ചാത്യ രാജ്യങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്ന സമുദ്രപാതകളിൽ ഇനി റഷ്യൻ സാന്നിധ്യവും നിർണായക ഘടകമായി മാറും. വരും നാളുകളിൽ ഈ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ ഇത് ആഴത്തിൽ സ്വാധീനിക്കും. അമേരിക്കൻ സഖ്യകക്ഷിയായ ജപ്പാന്റെ തീരത്ത് റഷ്യൻ യുദ്ധക്കപ്പലുകൾ എത്തിയത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. തങ്ങളുടെ അതിർത്തികളിൽ അമേരിക്ക നടത്തുന്ന നിരീക്ഷണങ്ങൾക്കും സൈനിക പരിശീലനങ്ങൾക്കും തിരിച്ചടി എന്നോണം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ വാതിൽക്കൽ തങ്ങൾക്കും സാന്നിധ്യം അറിയിക്കാൻ കഴിയുമെന്ന് റഷ്യ തെളിയിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ പുതിയ ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ അഭ്യാസം. എല്ലാ വൻ ശക്തികളോടും സമദൂരം പാലിക്കുകയും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുക എന്ന തത്വം ഇന്തോനേഷ്യ കർശനമായി നടപ്പിലാക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ജക്കാർത്ത വ്യക്തമാക്കുന്നുണ്ട്. ഓറുഡ 2026 നൽകുന്ന സന്ദേശം വൻ ശക്തി മത്സരങ്ങളുടെ കളരിയായി ഇന്തോ പസഫിക് പ്രദേശം മാറുന്നു എന്നാണ്.
ഭാവിയിൽ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയും ജപ്പാനും കൂടുതൽ സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് മുതിരാൻ ഇതിടയാക്കും. ഇത് മേഖലയിൽ കൂടുതൽ ആയുധ മത്സരത്തിന് വഴിവെച്ചേക്കാം. കടൽ കൊള്ള തടയൽ, രക്ഷാപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നടന്ന അഭ്യാസങ്ങൾ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിച്ചു. ആശയവിനിമയ സംവിധാനങ്ങൾ സംയോജിപ്പിച്ചും സംയുക്ത കമാൻഡ് ഉപയോഗിച്ചുമാണ് ഇത്തരം സങ്കീർണമായ അഭ്യാസങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ആഗോള വാണിജ്യ പാതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ജപ്പാൻ കടലും പരിസര പ്രദേശങ്ങളും. ഇവിടുത്തെ സൈനിക സാന്നിധ്യം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും വ്യാപാരത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. അതിനാൽ ഈ മേഖലയിലെ ഓരോ മാറ്റവും ആഗോള സാമ്പത്തിക രംഗത്ത് ഉറ്റുനോക്കുന്നുണ്ട്. റഷ്യയുടെ ഭാവി തന്ത്രങ്ങളുടെ ആമുഖമായി വേണം ഓറുട 2026 കാണാൻ. ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുക എന്ന ദീർഘകാല ലക്ഷ്യമാണ് റഷ്യ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു.